അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി വഅലാ ആലി. ഏറെ ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്രവർത്തകർ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. നാം ഇവിടെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് ആദരണീയരായ റഫീഖ് സഖാഫി ഉസ്താദിനെയാണ്. ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് ഉസ്താദ് നമ്മിൽ നിന്നും യാത്രയായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 4 വർഷത്തോളം ഉസ്താദിൻ്റെ കീഴിൽ പഠിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഉസ്താദിൻ്റെ കൂടെ ഇരുന്നും യാത്ര ചെയ്തും ഒരുപാട് അനുഭവങ്ങളാണ് ഉസ്താദ് കൈമാറി തന്നിട്ടുള്ളത്. ഉസ്താദിനെ ഓർക്കുമ്പോൾ ഉസ്താദ് എന്നും പുഞ്ചിരിയുടെ ഉടമയായിരുന്നു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ, അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധി ജീവിതത്തിൽ പാലിക്കുക എന്നുള്ള ശൈലിയായിരുന്നു ഉസ്താദിൻ്റേത്. ഉസ്താദിന് ഏതൊരു മുത്തഅല്ലിമിലും ഏതൊരു പ്രവർത്തകനും മാതൃകയെടുക്കാൻ പറ്റിയ ജീവിതമാണ്. ഒരു മനുഷ്യൻ എത്രത്തോളം നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയുമെന്ന് ഈ ഒരു ന്യൂജൻ കാലത്തും നമുക്ക് പറഞ്ഞു തന്നത്, കാണിച്ചു തന്നത് ഉസ്താദാണ്. ഒരുപാട് ഓർമ്മകൾ പറയാനുണ്ട്. അൽഹംദുലില്ലാഹ്, മിഷ്കാത്ത് ആദ്യം മുതൽ അവസാനം വരെ ഓതി തന്നത് ഉസ്താദാണ്. അതിലുള്ള ഓരോ ഹദീസുകൾ വായിക്കുമ്പോഴും ക്ലാസ്സുകളിലുണ്ടാവുന്ന ചർച്ചകൾ, ചോദ്യങ്ങൾ, അതിനൊക്കെ ഉസ്താദ് നേരിട്ടത് വലിയ അനുഭവങ്ങളാണ്. പലപ്പോഴും 1-2 ദിവസങ്ങൾ ചർച്ചകൾ നീണ്ടുപോയിട്ടുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഉസ്താദ് ഇങ്ങനെ വട്ടം കറക്കും, നല്ല പുഞ്ചിരി കലർന്ന ഉത്തരങ്ങൾ പറയും. പലപ്പോഴും ഉസ്താദിന് ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആ വിഷയത്തിൽ ധാരണയില്ല എങ്കിൽ പിറ്റേ ദിവസം അത് പഠിച്ചു വന്ന് അത് പറയും. ചിലപ്പോൾ വൈകിയാൽ, ചിലപ്പോൾ കൂടുതൽ സമയമെടുത്താണെങ്കിലും ആ കാര്യങ്ങൾ പറഞ്ഞു തരാതിരിക്കാൻ ഉസ്താദ് മറന്നിട്ടില്ല. ഉസ്താദ് ഇൽമിനെ നന്നായി സ്നേഹിച്ചു എന്നുള്ളത് തന്നെയാണ്. നിരന്തരമായി മുത്താല ചെയ്യും ഉസ്താദ്, എപ്പോഴും മുത്താല ചെയ്യും. പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ എത്രമാത്രം എനിക്ക് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് അനുഭവങ്ങളാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നുള്ളത്. ഇൽമിനെ നന്നായി ഉസ്താദ് സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുത്താല ഉസ്താദ് എപ്പോഴും മുത്താല ചെയ്യും. പഠനകാലത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരുപാട് കിതാബുകൾ ഉസ്താദ് മുത്താല ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് ഉസ്താദ് പഠിക്കുന്ന സമയത്ത് സൈനി കോളേജിൻ്റെ ആ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവിടെ ഉസ്താദ് കുത്തുബ് ഖാനയുടെ ചാവി ഉസ്താദായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ ഉസ്താദ് അവിടെ നിന്ന് ഒരു ദർസിൽ പഠിക്കുന്ന സമയത്ത് ഒരു കിതാബ് അവസാന കോപ്പി കണ്ടപ്പോൾ അതിൽ നിന്നും ഇനി ആ കോപ്പി നശിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ ഉസ്താദ് സ്വന്തം പൈസ കൊടുത്ത് നോട്ട് ബുക്ക് വാങ്ങി എഴുതി വെച്ച അനുഭവം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം പേന കൊണ്ട് എടുത്ത് കിതാബുകൾ എഴുതി വെച്ചത്. അതുപോലെ തന്നെ ഒരുപാടുണ്ട്. ഉസ്താദ് എപ്പോഴും മുത്താല ചെയ്യും. നിരന്തരമായി കിതാബുകൾ കുത്തുബഖാനയിലിരുന്നും അല്ലാതെയുമായി മുത്താല ചെയ്യും. മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കും. ആ നോക്കിയിരിക്കുന്ന കാണുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നും, എന്താണ് ഇങ്ങനെ മൊബൈലിൽ നോക്കുന്നത്? അത് മക്തബ് ഷാമിലയിൽ നിന്നുള്ള കിതാബുകളായിരിക്കും. നിരന്തരമായി മുത്താല ചെയ്യും. എപ്പോഴും നല്ല പുതിയ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കും. പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ എന്നോടൊക്കെ പറഞ്ഞത് ഓർക്കുകയാണ്. പ്രസംഗിക്കുമ്പോഴും വേദ പറയുമ്പോഴൊക്കെ പഴയ തന്നെ എല്ലാവരും പറഞ്ഞു തന്നെ പറയില്ല, കുറച്ച് മുത്താലൊക്കെ ചെയ്ത് നല്ല പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, എനിക്കതാണ് ഇഷ്ടം എന്നൊക്കെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളും ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില ഖത്ത് നസ്ഖിൻ്റെ ക്ലാസ് ഉസ്താദ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. അപ്പോഴും പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരും. അതാണ് ഉസ്താദ്. എന്നിട്ട് പറയും, എനിക്കൊരു ക്ലാസ്സിൽ ചെന്നാൽ ഒരു പുതിയ ഒരു കാര്യം ഇന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അന്ന് എനിക്ക് ഒരു ഉറക്കം നേരാവണ്ണം വരില്ല എന്ന് ഉസ്താദ് ഞങ്ങളോട് പറയും. നന്നായി മുത്താല ചെയ്യും. സംഘടനാ ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ ഉസ്താദ് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോവാറുള്ളത്. പലപ്പോഴും വന്ന് ലൈബ്രറിയിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ എടുത്തും കിതാബുകൾ നോക്കിയും വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടാണ് പോകുന്നുള്ളത്. ചെറിയ പറമ്പിൽ ഒരു ക്യാമ്പിൽ വെച്ച് സൂറത്തുൽ ഖാരിയ വിശദീകരിച്ചപ്പോൾ സദസ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ഉസ്താദിനെ ആദരിച്ചത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഉസ്താദ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാർക്ക് വേണ്ടി നടത്തിയ പ്രത്യേകമായ ക്യാമ്പിൽ വെച്ച് ഉസ്താദ് അവിടുന്ന് ട്രെയിനർ പറഞ്ഞ ഓരോ വാക്കുകൾക്കും ഹദീസുകൾ പറഞ്ഞപ്പോൾ അവിടെ നിന്നുള്ളവരെല്ലാം ഹദീസ് ഇത്രമാത്രം മനസ്സിലാക്കിയ ഒരു മനുഷ്യനുണ്ടോ എന്നൊക്കെ പറഞ്ഞത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഉസ്താദ് ഇൽമിൻ്റെ അഹ്ലുകാരെയും നന്നായി സ്നേഹിച്ചിട്ടുണ്ട്.
സ്വന്തം ഉസ്താദിനെ വളരെ സ്നേഹത്തോടെയും ആദരവോടെയാണ് ഉസ്താദ് കണ്ടിട്ടുള്ളത്. ഉസ്താദ് പലപ്പോഴും ഉസ്താദിന്റെ ഗുരുവര്യർ കൊടകിലേക്ക് വന്നാൽ ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും സൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തന്റെ ഇഷ്കാലുകളൊക്കെ അവരിൽ നിന്ന് തീർക്കുകയും ചെയ്യും. മർക്കസുൽ ഹിദായയിലെ ഉസ്താദുമാർ അവർക്ക് തന്റെ വീട്ടിൽ നിന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും. എന്നിട്ട് ഞങ്ങളോടൊക്കെ അതൊക്കെ ഒരു മാതൃകയാക്കാൻ വേണ്ടി പറയും ഉസ്താദ്. എങ്ങനെ ഇൽമുമായി ഷൂലായ ഇൽമിനെ എത്രത്തോളം ആദരിച്ചൊരു ഉസ്താദിനെ നമുക്ക് ഈയിടെയായി കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ കൊടക് ജില്ലയിൽ. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഉസ്താദ്. ഒരുപാട് നല്ല പ്രവർത്തകരെയാണ് ഉസ്താദ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരുപാട് നല്ല പ്രവർത്തകരെ, നല്ല മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ പരിപാലിച്ച നല്ല പ്രവർത്തകരെ ഉസ്താദ് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. പലപ്പോഴും പ്രവർത്തകരോട് ഉസ്താദ് സമീപിച്ചിട്ടുള്ളത് സ്നേഹത്തോടെയാണ്. അതുകൊണ്ട് തന്നെ റഫീഖ് ഉസ്താദ് എന്ന് പറയുമ്പോൾ ഏതൊരു പ്രവർത്തകനും വലിയ സന്തോഷമാണ്. വലിയ കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് വരെ ഉസ്താദിന് വലിയ ഇഷ്ടമുള്ളവരായിരുന്നു. ഉസ്താദിന്റെ അടുക്കൽ വരികയും അവരുടെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യും. അവരോട് നല്ല പുഞ്ചിരി കലർന്ന സ്വഭാവത്തിൽ നല്ല രീതിയിൽ അവരെ ഉപദേശിക്കുകയും നന്നാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരു സുഹൃത്ത് ഒരു മുടിയൊക്കെ ഒരു വികൃതിയായി വന്നു ഉസ്താദിന്റെ മുന്നിൽ നിൽക്കാൻ മടിച്ച് മെല്ലെ മാറി നിൽക്കുകയും ഉസ്താദ് അവനെ പിടിക്കുകയും ഉസ്താദ് അവനെ നല്ല രീതിയിൽ ഉപദേശിക്കുകയും പിറ്റേ ദിവസം തന്നെ മുടി കട്ട് ചെയ്ത് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളഞ്ഞു. മുഴുവൻ സമയവും ഉസ്താദ് ഷോലായിരുന്നു. ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഫ്രീ സമയം എന്നുള്ളത് എനിക്കില്ല എന്നുള്ളതാണ്. എല്ലാ സമയവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. തൻ്റെ ബൈക്കെടുത്ത് നിരന്തരമായി യാത്ര ചെയ്യും. മഹ്ലറത്തുൽ ബദരിയകൾ സ്ഥാപിച്ചും ഓരോ പുതിയ പ്രവർത്തകനെ ഉണ്ടാക്കിയും ക്ഷണങ്ങളൊന്നും ഉസ്താദ് നിരസിക്കുകയില്ല. തൻ്റെ ദർസിനോ ഇതിനൊന്നും ഭംഗം വരുത്താത്ത രീതിയിൽ തന്നെ ഒരുപാട് സംഘടനയുടെ പരിപാടികളിൽ ഉസ്താദ് സംഗമിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് എത്തി നോക്കി അവിടെയൊക്കെ ഇടപെടുകയും ചെയ്യും. തൻ്റെ സ്വന്തം അനുജന്റെ കല്യാണം നടക്കുമ്പോൾ പോലും ഉസ്താദ് മർക്കസുൽ ഹിദായയിൽ നടന്ന പ്രതിഭോത്സവയിൽ വന്ന് പങ്കെടുത്തിട്ട് 1.5 മണിക്കൂർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ രാത്രിയൊക്കെ പോവും, വലിയ ദൂരത്തേക്ക് വരെ തൻ്റെ ബൈക്കെടുത്തിട്ട് പോവും. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്കാണ് ഉസ്താദ് നേതൃത്വം നൽകിയിട്ടുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉസ്താദ് ചെയ്തു. രാത്രി പകലുകളുടെ വ്യത്യാസമില്ലാതെ ഒരുപാട് പുതിയ പ്രവർത്തകരെ ഉണ്ടാക്കിയെടുക്കാൻ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ, സുന്നത്ത് ഇഹ്യാ ചെയ്യാൻ ഉസ്താദ് അഹോരാത്രി അധ്വാനിച്ചു എന്നുള്ളത് തന്നെയാണ്. മഹ്ലറത്തുൽ ബദരിയ നമ്മുടെ കർണാടക സ്റ്റേറ്റിലുടനീളം സ്ഥാപിക്കണം. പ്രവർത്തകരിൽ ആത്മീയമായ ഒരു അന്തരീക്ഷം അവർക്കൊക്കെ നൽകണം എന്ന് ഉസ്താദ് ആഗ്രഹിച്ചു. അതിൻ്റെ ചർച്ച ആദ്യമിട്ടത് ഉസ്താദാണ്. അൽഹംദുലില്ലാ നോർത്ത് കർണാടക ഭാഗത്ത് ആദ്യമായി ഇന്നലെയാണ് മഹ്ലറത്തുൽ ബദരിയ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഞാൻ ആ ഒരു സംഗമത്തിൽ ശിഷ്യനായി എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം തോന്നി. ആ സമയത്ത് റഫീഖ് ഉസ്താദ് ഇങ്ങനെ മനസ്സിൽ വന്ന് നിന്നു. അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉസ്താദ് നേതൃത്വം നൽകി. എല്ലായിടങ്ങളിലും പുഞ്ചിരിക്കും. ചില രോഗികളെയൊക്കെ സന്ദർശിച്ച് അവരാകെ ഒരു വിഷമിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ ഉസ്താദ് അവിടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരൊക്കെ സന്തോഷിപ്പിക്കും. ഉസ്താദ് രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ പലപ്പോഴും പോയി അവിടെ ചെല്ലുമ്പോൾ ഉസ്താദ് വലിയ സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷം കണ്ടപ്പോൾ തന്നെ അവിടെ പോയി ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉസ്താദ് അവസാന നിമിഷം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നപ്പോൾ ഞങ്ങൾ മർക്കസുൽ ഹിദായയുടെ വിദ്യാർത്ഥികൾ ഞങ്ങൾ അവിടെ പോവുകയും ചെല്ലുകയും ഉസ്താദിനെ സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്കൊക്കെ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് കാണിച്ചു തന്ന പറഞ്ഞു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ പറയും, ഞാൻ എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കൊണ്ടുവരണം. കാരണം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഞാൻ അൽഹംദുലില്ലാ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹിന് ചിലപ്പോഴൊക്കെ ഉസ്താദ് തസ്ബീഹിന് വേണ്ടി ഇരിക്കുക എന്ന് പറയില്ല. മർക്കസുൽ ഹിദായയുടെ പള്ളിയിലെ പിൻവശത്ത് വന്ന് അവിടെ ഇരുന്ന് ഉസ്താദ് തസ്ബീഹ് ചെല്ലും. എന്നിട്ട് പിറ്റേന്ന് വന്ന് ആ കാര്യങ്ങൾ നമ്മളോട് പറയും. തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും,
ദിക്റുകൾ ചൊല്ലും. ആത്മീയമായ ലോകം ഒരു വിശാലമായി പറയേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമുക്ക് അവസരം വരുന്നത് പോലെ പിന്നീട് പറയാം. ഒരുപാട് ഓർമ്മകൾ ഇനിയും പറയാനുണ്ട്. മറ്റു പരിപാടികളിലായി നമുക്കതൊക്കെ പങ്കുവെക്കാം. അല്ലാഹു ഉസ്താദിൻ്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിയായ ജീവിതത്തിലും മറ്റു എല്ലാ കാര്യങ്ങളിലും ഫത്ഹും സഹലും നൽകി നല്ല തഖ്വയുള്ളവരായി നല്ല ഇബാദു സ്വാലിഹീനിൽ അല്ലാഹു നമ്മേക്ക് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഉസ്താദിൻ്റെ ഒരു ഉസ്താദ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.